ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്നൊരു ഓംലേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവരും ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഞാൻ 2 ചെറിയ ഉള്ളിയും ഒരു സവോളയുടെ പകുതിയും ഒരു പച്ചമുളകും 2 മുട്ടയും ആവശ്യത്തിന് ഉപ്പ് മാത്രമാണ് എടുത്തിറക്കുന്നത്. വെളിച്ചെണ്ണ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. 2 മുട്ട ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് നന്നായിട്ട് അടിച്ചു കേട്ടോ. മുട്ട അതിൽ ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ നന്നായിട്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബീറ്ററുള്ളവർ ബീറ്റർ യൂസ് ചെയ്യാം, ഞാൻ സ്പൂൺ കൊണ്ടാട്ട് ഇരിക്കുന്നത്. ചീഞ്ചട്ടി ചൂടായതിന് ശേഷം കോക്കനട്ട് ഓയിൽ ലേശം ഒഴിക്കുക, അല്പം ഒഴിച്ചാൽ മതി. എണ്ണ കുറച്ച് കുറവാക്കുന്നതായിരിക്കും നല്ലത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ എണ്ണ ഒന്ന് തിളയ്ക്കണം കേട്ടോ. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും ചെറിയുള്ളിയും ഒക്കെ മിക്സ് ചെയ്ത് പച്ചമുളകൊക്കെ ചേർത്തത് അതിലേക്ക് മെല്ലെ ഇട്ട് കൊടുക്കാം കേട്ടോ. മെല്ലെയോ സ്പീഡിലൊക്കെ ഇടാം കേട്ടോ. ഞാൻ മെല്ലെ ഇട്ട് കൊടുക്കുകയെന്ന് ഉദ്ദേശിച്ചത് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വല്ല വെള്ളത്തിൻ്റെ അംശം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മേടിക്കുന്നത് എണ്ണപ്പൊടി തെറിക്കില്ലോ, അതിന് വേണ്ടിയിട്ടാട്ടോ പറയുന്നത്. അതിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒരു ഭാഗം ഒന്ന് നന്നായി ചൂടായിട്ട് വരുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കരിയാൻ നിൽക്കരുതേ, ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിൻ്റെ കളർ ചേഞ്ചിങ് ഒന്ന് നോക്കാം കേട്ടോ. ബ്രൗൺ കളറാവുന്നത് നന്നായിട്ട് ക്രിസ്പിയോ ബ്രൗൺ ഇതൊന്നും ആവണ്ട, ഒന്ന് മെല്ലെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ആ സവാളയുടെയും ചെറിയുള്ളിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ ഒരു പച്ചക്കുത്ത് പോകാൻ വേണ്ടിയിട്ടാട്ടോ നമ്മളത് ചെയ്യുന്നത്. ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് മെല്ലെ ആ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയിരിക്കുന്നുണ്ടല്ലോ, ഈ വഴറ്റിയ സവാളയും പച്ചമുളകൊക്കെ മെല്ലെ സ്പൂൺ കൊണ്ട് കോരിയിട്ടാം കേട്ടോ. നിങ്ങൾക്ക് തന്നെ കാണാൻ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. എന്നിട്ട് മെല്ലെ അത് ആ വഴറ്റി വെച്ചിട്ടുള്ളത് മെല്ലെ ആ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം നന്നായിട്ട് എടുക്കുകയും ഞാൻ അടുപ്പ് കുറച്ചിട ചെയ്തത്, ഓഫാക്കിയില്ല. എല്ലാം അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം ഇട്ട് കൊടുക്കണേ. നിങ്ങൾക്ക് തന്നെ കാണാം, ഞാൻ ഇതാണ്ടോ അതിലേക്ക് ഇട്ടു. ഞാനത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം അപ്പുറത്തേൽ നമുക്ക് എണ്ണ ഒഴിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ചീഞ്ചട്ടിയിലേക്ക് എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ. ചീഞ്ചട്ടി നല്ല ചൂടായി, അതാണ് ഇങ്ങനെ കരിഞ്ഞൊരു കളറൊക്കെ ഇതിൽ കാണുന്നത് കേട്ടോ. ചീഞ്ചട്ടി ചൂടായതുകൊണ്ട് പെട്ടെന്ന് എണ്ണ തിളയ്ക്കും. അപ്പോൾ നമ്മൾ ആ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ്, സവാള ഇതൊക്കെ വാട്ടിയത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് തന്നെ കാണാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും ചൂട്ടോട് കൂടി ഇത് കഴിച്ച് നോക്കി നല്ല ടേസ്റ്റായിരിക്കും ഉണ്ടാവുക കേട്ടോ. ഞാനത് കുറച്ച് 2ഉം കൂടി ഒരുമിച്ചല്ല ഒഴിച്ചത്. അപ്പോൾ ഒരൊറ്റ ഓംലേറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് ചുറ്റിച്ചെടുത്തു കേട്ടോ. മെല്ലെ ഞാൻ മറിച്ചിടാനുള്ള ശ്രമത്തിലാണ്. വെന്ത ഭാഗം കുഴപ്പമില്ല, ഒരു ഭാഗം മെല്ലെ പൊട്ടിയിട്ടോ. അങ്ങനെ മെല്ലെ മറിച്ചിടാനേ മെല്ലെ പൊട്ടി. അപ്പോൾ അത് ഞാനതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ. നടക്കണമെന്നില്ല, അങ്ങനെ ഇത്തിരി വലിപ്പമുള്ള ഓംലേറ്റും കൂടിയല്ല, അത് കാരണം ഞാൻ മെല്ലെ അപ്പുറത്തേക്ക് മറിച്ചിടാനേ. നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ്. പെട്ടെന്ന് ഓംലേറ്റ് ആവുകയും ചെയ്തു. ഇതൊന്ന് മറിച്ചിട്ടതിന് ശേഷം ഒന്ന് മെല്ലെ പ്രസ് ചെയ്ത് കൊടുക്കുക, കാരണം ഉള്ളൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് തന്നെ കാണാം, പെട്ടെന്ന് മുരിഞ്ഞെടുത്തു. ചൂട്ടോട് കൂടി ഇത് ചോറ് കൂട്ടി വയ്ക്കാൻ അടിപൊളിയാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് ഓംലേറ്റ് ഉണ്ടാക്കുക? താഴെ കമൻറ്റ് ചെയ്താൽ കേട്ടോ. ഞാനിത് ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നാണ്. ഇത് വിജയ് സേതുപതി സ്റ്റൈലാട്ടോ ഈ ഓംലേറ്റ് ഉണ്ടാക്കുന്നതൊക്കെ. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഉണ്ടാക്കി നോക്കിയതാണ്. പിന്നെ അതിന് ശേഷം ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ്. നല്ല ടേസ്റ്റ് ഉണ്ട്, കാരണം സവോളയുടെ ഒക്കെ ആ ടേസ്റ്റൊക്കെ മാറി കിട്ടുന്നുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.